പോസ്റ്റ് ഓഫീസ് ധാരാളം പദ്ധതികളാണ് ജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിലൂടെ കൂടുതൽ പലിശയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളിൽ ഒന്നാണ് PPF. വർഷത്തിലൊരിക്കൽ നിക്ഷേപം നടത്താനാവുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് PPF. ഇതിനെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നും അറിയപ്പെടുന്നു. ഈ സ്കീമിൽ പരമാവധി ഒരു വർഷം 1.5 ലക്ഷം വരെ നിക്ഷേപിക്കാൻ സാധിക്കും. 15 വർഷത്തെ കാലാവധിയിൽ ഉപഭോക്താവിന് നല്ലൊരു തുക സമ്പാദിക്കാൻ സാധിക്കും. കൂടുതൽ സമ്പാദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കാലാവധി നീട്ടാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അടുത്ത നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്. സ്ഥിര നിക്ഷേപത്തിന് സമാനമായ നിക്ഷേപ പദ്ധതിയാണിത്. 5 വർഷം വരെയാണ് ഈ നിക്ഷേപത്തിന്റെ കാലാവധി. ഇതിൽ തന്നെ 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നീ കാലാവധിക്ക് വ്യത്യസ്ത പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത്. അടുത്ത നിക്ഷേപ പദ്ധതിയാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 5 വർഷത്തെ കാലാവധിയിൽ നിക്ഷേപിക്കാവുന്ന സമ്പാദ്യ പദ്ധതിയാണിത്. ഈ സ്കീമിൽ ഏറ്റവും കുറഞ്ഞ 1000 രൂപ വരെ നിക്ഷേപിക്കാം. എന്നാൽ പരമാവധി നിക്ഷേപത്തിന് പരിധികളില്ല. കൂടാതെ ഉപഭോക്താവിന് നിക്ഷേപത്തിന് നികുതി ആനുകൂല്യങ്ങളും ഉറപ്പാക്കാം. അടുത്ത പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര. നിക്ഷേപത്തിലൂടെ ഇരട്ടി ലാഭം സൃഷ്ടിക്കാവുന്ന നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണിത്. കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത്. കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സിംഗിൾ അക്കൗണ്ടായും ജോയിന്റ് അക്കൗണ്ടായും ഇതിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്കായി നിക്ഷേപിക്കാനാവുന്ന സ്കീമാണിത്. പെൺകുട്ടിക്ക് 10 വയസ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിക്ഷേപം നടത്താൻ സാധിക്കും. 21 വർഷമാണ് സുകന്യ സമൃദ്ധി യോജനയുടെ കാലാവധി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ കൂടുതൽ പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളും പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളും പോസ്റ്റ് ഓഫീസുകൾ 6.9% മുതൽ 7.1% വരെ FD പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ബാങ്കുകൾ സാധാരണ നിക്ഷേപങ്ങൾക്ക് 3% മുതൽ 8.5% വരെയാണ് പലിശ നൽകുന്നത്. മുതിർന്ന പൗരന്മാർക്ക് സാധാരണ നിക്ഷേപകരെ അപേക്ഷിച്ച് അധിക പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്.